Hi, hello, welcome to yet another video of Garage 51. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇക്കാക്ക് കാലിന് ചെറിയൊരു ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയൊരു വർക്ക്ഷോപ്പ് വ്ളോഗും എല്ലാം കുറച്ച് കസ്റ്റമേഴ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ വീഡിയോ എന്തോരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇക്കയുടെ കാലിന് വയ്യ, ആൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് മുറിയൊക്കെ സ്റ്റിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫുൾ ടൈം ഞാൻ കടയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന്. എന്തൊക്കെ വർക്കും കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് അറിയാമല്ലോ. ഫസ്റ്റ് നമ്മളിപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ ഒരു റോയൽ എൻഫീൽഡ് ക്ലാസിക്കിന് ഒരു സ്ക്വയർ ബെൻഡിൻ്റെ ക്രാഷ് ഗാർഡാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ആളുടെ ക്രാഷ് ഗാർഡ് നല്ല രീതിയിൽ തന്നെ തുരുമ്പ് വന്ന് പോയിണ്ടായി. ഇപ്പോൾ സ്ക്വയർ ബെൻഡാണ് ആൾക്കാർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓയിൽ ചേഞ്ച് അല്ലേ റഷീദ്? ചെയിൻസ് പോക്കറ്റ് മാറ്റാണ് കേട്ടോ, ഓയിൽ ചേഞ്ച് അല്ല. പക്ഷെ ഓയിലിങ്ങനെ ഇതിൽ വീണ് കിടക്കുമ്പോൾ ഞാൻ വെച്ചാൽ ഓയിൽ ചേഞ്ചാണ്. റോളോൻ്റെ ബ്രാസ് കിറ്റാട്ടോ, BPR കിറ്റ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ കസ്റ്റമർ വെയിറ്റിംഗ് ആട്ടോ, നമ്മളിത് പെട്ടെന്ന് തന്നെ തീർത്ത് കൊടുക്കും. എന്തെൻ്റെ പേര്? അനസ് അല്ലേ. അപ്പോൾ ആൾക്ക് ഇൻസ്റ്റാഗ്രാം പേജും വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. ആൾ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഇപ്പോൾ എക്സ്പൾസിൻ്റെ റോളോണും പിന്നെ ഒരു ഹാൻഡിൽ ബാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് വെറുതെ ഫോളോ ചെയ്യാൻ പറയാം അല്ലേ, വാച്ച് ചെയ്യണവരോടൊക്കെ. പേര് പറഞ്ഞു, എന്താ പേര്? ID? താങ്ക് യു. നമ്മുടെ ഷോപ്പിൽ ലൂബ് ചെയ്യാൻ വന്നൊരു വണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഈ മെഷീൻ, ഈ ഒരു ഇത് കണ്ടോ, ബോട്ടിലിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ടൂള്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ലൂബ് ചെയ്യുന്നത്. അപ്പോൾ ലൂബൊന്നും വേസ്റ്റ് ചെയ്ത് പോവില്ല, എവിടേക്കെങ്കിലും തെറിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ഷോപ്പിലിപ്പം ഇങ്ങനെയാണ് നമ്മൾ ലൂബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോയൽ എൻഫീൽഡിന് യൂസ് ചെയ്യുന്ന ഒരു ഓയിലാട്ടോ, ഷെല്ലിൻ്റെ അഡ്വാൻസ്. ഇതിനൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് എടുക്കും തലക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. നമുക്ക് വയറിങ് കിറ്റ് അതുപോലെ തന്നെ ചെയിൻസ് പോക്കറ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം വയറിങ് കിറ്റ് മാറ്റാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ സൽമാൻ ഭായ് അല്ലേ. യെസ്. പിന്നെ ചെയിൻസ് പോക്കറ്റും ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതും ചേഞ്ച് ചെയ്യും. ഇതൊക്കെ ഓരോന്ന് അഴിച്ച് വെച്ചേക്കട്ടോ. ചെയിൻസ് പോക്കറ്റൊക്കെ ഇവിടെ അഴിച്ച് വെച്ചിട്ടുണ്ട്. ടയർ മാറ്റുന്നുണ്ടോ? ടയർ മാറ്റുന്നുണ്ട്. ടയർ അത്യാവശ്യം തേഞ്ഞുണ്ടല്ലോ. ടയർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് റേസിൻ്റെ ടയേഴ്സ് തന്നെയാണ് കേട്ടോ എല്ലാം ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡൊക്കെ നമ്മളിവിടെ ഇതുണ്ട്, ആ ഭാഗത്തായിട്ട് അഴിച്ച് വെച്ചിട്ടുണ്ട്. ടാങ്കും സീറ്റൊക്കെ. ഇത് നമ്മുടെ തന്നെ വണ്ടി കേട്ടോ, വർക്കിംഗ് വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കംപ്ലൈൻറ്റ്. അപ്പോൾ അതും ഫ്രീ ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വർക്ക്ഷോപ്പിൽ വേറെയും കുറേ പണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതും കൂടി എടുക്കാൻ പറ്റിയില്ല. എന്താ നമ്മൾ ഷെല്ലിൻ്റെ പുതിയ ഫ്രഷ് ഓയിലാട്ടോ നമ്മൾ റീഫിൽ ചെയ്യണത്. അപ്പോൾ വണ്ടി ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, ഓയിൽ ചേഞ്ചും പിന്നെ വയറിംഗ് കിറ്റൊക്കെ മാറ്റുകയാണ്, ചെയിൻസ് പോക്കറ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ കംപ്ലീഷനിലാണ്. നമ്മൾ പുതിയ എയർ ഫിൽറ്ററൊക്കെ ഫിറ്റ് ചെയ്യില്ലേ പക്ഷേ ആ വണ്ടി പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ കുറച്ച് വണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ കസ്റ്റമർ അർജൻറ്റ് ആയതുകൊണ്ട് നമ്മളിത് ചെയ്യാൻ വിചാരിച്ചു. ഇതിൻ്റെ നമ്പർ ബോർഡ് ഫ്രെയിമാണ് നമ്മൾ വെക്കാൻ പോണത്. ഇവിടെ നമ്പർ ബോർഡ് ഫ്രെയിം, ഇവിടെ ഓയിൽ ചേഞ്ചിങ് നടക്കുന്നുണ്ട്. റാമ്പിൽ വണ്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സൈഡിലൊക്കെ ആയിട്ടാട്ടോ ചെയ്യണത്. നമ്പർ ബോർഡ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ
ഇത് ഫ്രണ്ടിൽ വെക്കുന്നതും ഇത് ബാക്കിൽ വെക്കുന്നതും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിവറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ഓയിൽ ചേഞ്ച് ചെയ്യാൻ വന്ന വണ്ടിയുടെ എല്ലാവർക്കും അറിയാമല്ലോ, ഓയിൽ ചേഞ്ച് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ചെക്ക് ചെയ്തപ്പോൾ എയർ ഫിൽറ്ററും അത്യാവശ്യം നാശമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതോടുകൂടി നമ്മളങ്ങനെ ഒരു ലൈഫ് കിട്ടാൻ വേണ്ടി അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ വണ്ടികളുടെ ഓയിൽ ചേഞ്ചും ഉണ്ട് കേട്ടോ അവിടെ. അതെ, നമ്മുടെ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്തു കേട്ടോ. ആള് പോവാണ്. അല്ല, നമ്പർ പ്ലേറ്റ് നമ്മൾ ഫ്രണ്ടും ബാക്കും ഫിറ്റ് ചെയ്തു കേട്ടോ. ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് 350 സ്റ്റാൻഡേർഡ് കേട്ടോ, സാധാ. അതിന് നമ്മൾ പുതിയ വണ്ടിയാണ്. ഇതാ മാലൊന്നും അവരെ അഴിച്ചിട്ടില്ല കേട്ടോ, മാലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ക്രാഷ് ഗാർഡ് സ്റ്റീലിൻ്റെയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ ബെൻഡും കാര്യങ്ങളോ കംപ്ലൈൻറ്റ് തുരുമ്പൊന്നും വരില്ല, റസ്റ്റൊന്നും വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രാഷ് ഗാർഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആൾക്ക് സൈഡ് ബാഗ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ JB റേസിങ്ങിൻ്റെ ഒരു ബാഗും ക്വാളിറ്റി വൈസ് നല്ല കേട്ടോ, അപ്പോൾ അതും ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വണ്ടിയുടെ ബാഗും സൈഡിൽ ബാഗും ക്രാഷ് ഗാർഡൊക്കെ ഫിനിഷ് ചെയ്തു. അപ്പോൾ പിന്നെ ഒരു ടാങ്ക് കവറും കൂടി ആൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് വണ്ടിയാണ്. ഈ ചേട്ടനാണ് നമ്മുടെ കസ്റ്റമർ. എന്ത് ചേട്ടൻ പേര്? കൃഷ്ണദാസ് അല്ലേ. എന്താ ചെയ്യുന്നത്? പാർട്ട്ണറാണ്. അതെല്ലേ. ഫസ്റ്റ് ടൈം ആണോ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നത്? അതല്ലേ. സാറ്റിസ്ഫൈഡ് ആണോ? ഡൽഹിയിലാണോ? ഞാൻ ആക്ച്വലി ഇതിന്റെ ഓണറിന്റെ ഒക്കെ അവിടെയാണ് എൻ്റെ മിസ്സസ് വർക്ക് ചെയ്യുന്നത്, ഐശ്വര്യ ഗ്രൂപ്പിലാണ്. അപ്പോൾ നാട്ടിലുണ്ടാവില്ല? നാട്ടിലുണ്ടാവും, ഞാനിപ്പോൾ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടുത്തെ ഒരു ഫുൾ ഡേ ആയിരുന്നു. ഒരുപാട് കസ്റ്റമേഴ്സിനെ എടുക്കാൻ പറ്റിയില്ല. വളരെ 1-2 കസ്റ്റമേഴ്സിനെ മാത്രമാണ് ഈ വീഡിയോയിൽ എടുക്കാൻ പറ്റുള്ളൂ. ചിലരൊക്കെ തിരക്കിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിപ്പോയി. അത്യാവശ്യം ഹാഫ് ഫേസ് ഹെൽമെറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അവർ പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ പോയി. ഇപ്പോൾ വർക്ക്ഷോപ്പത്തെ കാര്യങ്ങളാണെങ്കിലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് പോകുന്നവരെ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് ചെയ്തു പോകുന്ന ചെറിയ പണികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അതുപോലെ ഇനിയും വണ്ടികൾ കുറേ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ പേജിൻ്റെ പേര് ഗാരേജ് 51 തന്നെയാണ്. അതിലും നമ്മുടെ വർക്കിൻ്റെയും മറ്റുള്ള ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.